ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉപ്പുമാവ് ഇഷ്ടമല്ലാത്ത ആളുകൾ വരെ ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ കഴിക്കും. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. നല്ല സോഫ്റ്റ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല തരിയുള്ള റവ എടുക്കുക. ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് റവ വാങ്ങുമ്പോൾ ഇതുപോലെ തരി കൂടുതലുള്ള റവ നോക്കി വാങ്ങുക കേട്ടോ. വറുത്ത റവയാണ് നമുക്ക് എപ്പോഴും നല്ലത്. വറുത്ത റവയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ കൂടെ ഒരു 3 മിനിറ്റ് നേരം കൂടെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഒന്നുകൂടെ വറുത്തെടുക്കുക. ഉപ്പുമാവ് സോഫ്റ്റ് ആവാനും അതിൻ്റെ രുചി കൂടാനുമുള്ള ഒന്നാമത്തെ ഒരു കാര്യം അതാണ്. റവ നന്നായിട്ട് ഒന്നുകൂടെ വറുത്തെടുക്കുക എന്നുള്ളത്. 1 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് റവ വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുക്കുക. ഏതാണ്ട് ഒരു 3-4 മിനിറ്റ് നേരം തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ വറുത്തെടുക്കണം. ഇനി പാൻ ചൂടാവുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്ക്ക് പകരം നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണോ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിലേക്ക് 1 സ്പൂൺ കടുക് കൂടി ഇട്ട് കടുക് പൊട്ടി വരുമ്പോൾ കടലപ്പരിപ്പും കശുവണ്ടിപ്പരിപ്പുമാണ് ഞാൻ ചേർക്കുന്നത്. കടലപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് ഉഴുന്നുപരിപ്പ് ഇഷ്ടമാണെങ്കിൽ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റണം. കടലപ്പരിപ്പിൻ്റെ എല്ലാം കളറൊന്ന് മാറി വരണം. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 2 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ സവോള, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നമ്മുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. ഞാനിവിടെ ഒരു പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇതിലേക്ക് ചേർത്ത് ക്യാരറ്റും സവോളയെല്ലാം നന്നായിട്ടൊന്ന് വേവുന്നത് വരെ വഴറ്റണം. ഒരു 2-3 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയാൽ മതിയാവും. ക്യാരറ്റും സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.25 കപ്പാണ് കേട്ടോ വെള്ളം എടുത്തിരിക്കുന്നത്. റവ നമ്മൾ വറുക്കാനെടുത്തത് 1.5 കപ്പാണ്. ഇതിലേക്കിപ്പോൾ ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. റവയുടെ ഇരട്ടി വെള്ളം നമുക്ക് വേണ്ട. ഇരട്ടി വെള്ളത്തിലും കുറച്ചുകൂടെ ഒരു 1/4 ഗ്ലാസ് കൂടെ കുറച്ച് വെള്ളം വെച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന 1.5 കപ്പ് റവ ഇതുപോലെ കുറേശ്ശെ ചേർത്ത് ഇളക്കി കൊടുക്കണം. അപ്പോൾ കട്ട കെട്ടില്ല, ഒട്ടും തന്നെ കട്ട കെട്ടില്ല. ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇട്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് കട്ട കെട്ടിപ്പോവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതുപോലെ കുറേശ്ശെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 5 മിനിറ്റ് നേരം കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാനുള്ളതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അയ്യോ വെള്ളം കൂടുതലാണല്ലോ എന്ന് തോന്നും. ഇത് നമ്മൾ അടച്ചു വെച്ച് വേവിച്ച ശേഷം ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പരുവത്തിന് തന്നെ കിട്ടും. 5 മിനിറ്റിന് ശേഷം ഞാനത് തുറന്നിട്ടുണ്ട്. ഉപ്പുമാവൊക്കെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. ഇനി ഇതുപോലെ ഈ കയ്യിലുകൊണ്ട് ഒന്നങ്ങ് ഉടച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ടുള്ള ഉപ്പുമാവ് തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഉപ്പുമാവ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്